ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും വീഡിയോ എന്താ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ടെസ്റ്റ് മേക്കോ വീഡിയോ ആണ്. ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ എങ്ങനെ ഒരു ഇൻട്രോ എടുക്കാതിരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം കുളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഇൻട്രോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരുപാട് നാൾ കാത്തിരുന്ന ആ ഒരു ടെസ്റ്റ് മേക്കോ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഗസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ടെസ്റ്റ് മേക്കോവർ ആണെന്ന് പറഞ്ഞു, കുറച്ച് പേരൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല, എനിക്ക് ദ കഡിൽ ഡയറീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടെ ഉണ്ട്. അതിലാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഞാൻ ഇവിടെ കൊടുക്കാം അത് ഏതാ ചാനൽ എന്നുള്ളത്. യൂട്യൂബിൽ ദ കഡിൽ ഡയറീസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ടെസ്റ്റ് മേക്കോവർ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് കഡിൽ ഡയറീസിൻ്റെ കാര്യം പറഞ്ഞാൽ മറക്കണ്ട. അപ്പോൾ എന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ വീഡിയോസ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഒരു ബിഫോർ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം പണിയുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻട്രസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, എല്ലാ ഡെസ്കിലും ഈ സാധനം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാനായിട്ട് ഫോം ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫോം ബോർഡ് ഞാൻ എജുമാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ സൈഡിലുള്ള സാധനങ്ങളൊക്കെ മാറ്റുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം ഈ സൈഡ് സാധനങ്ങൾ വെക്കാമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ തോന്നി. പിന്നെ ലാസ്റ്റ് ഞാൻ അതെടുത്ത് ലെഫ്റ്റ് സൈഡ് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മെഷർമെൻറ്റ് നോക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല, കാരണം ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ കാണുമ്പോൾ 4-5 കാർഡ്ബോർഡ് ഇങ്ങനെയൊക്കെ ഒട്ടിക്കുന്നു വിചാരിക്കും, പക്ഷെ ചെയ്ത് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സീന് പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നില്ല, കാരണം നമ്മുടെ ഡെസ്കിന് എന്താണോ വലിപ്പം വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ തന്നെ മെഷർമെൻറ്റ് നോക്കണം. അതല്ലാതെ നമ്മൾ ഓൾറെഡി ഉള്ള മെഷർമെൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ ഫസ്റ്റ് മിനി വേർഷനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ 30 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ അതിനെ 3 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെറിയ സാധനമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, കറക്റ്റ് അളവൊക്കെ അറിയാനായിട്ട്. എന്തായാലും ഇതാണ് നമ്മുടെ ഫോം ബോർഡ്. ഫോം ബോർഡിന് 400 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. 400 രൂപ അത്യാവശ്യം പ്രൈസി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രൈസി അല്ല. കാരണം ഞാൻ ആമസോണിലൊക്കെ ഫസ്റ്റ് നോക്കിയ സമയത്ത് A4 ഷീറ്റിൻ്റെ വലുപ്പത്തിൽ വരുന്ന 4 ഫോം ബോർഡിന് 312 രൂപ എന്തൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ളൊരു സാധനമാണ്. എൻ്റെ ഹൈറ്റിനേക്കാൾ, എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനാകെ 150 സെൻറ്റിമീറ്ററൊക്കെ ഉള്ളൂ, അതിനേക്കാൾ ഹൈറ്റ് ഉണ്ട് എന്തായാലും. ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ടും വാൾ ഷെൽഫ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ ഫോം ബോർഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഇനിയും അതിൻ്റെ പകുതി ഭാഗം ബാക്കിയുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പീസും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക ചെയ്തത്, കാരണം കറക്റ്റാണോ എന്ന് അറിയണമല്ലോ. ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കാനായിട്ട് ഈ ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫെവി ക്യൂക്കിൻ്റെ കുറച്ച് വലിയ സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒട്ടി നിൽക്കുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ കടയിലുള്ള ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ആളാണ് പറഞ്ഞത് ഈ സാധനം വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഡബിൾ തോട്ടായിരുന്നു, ഇതൊക്കെ ശരിയാവുമോ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടി. കാരണം നമ്മളൊന്ന് വെച്ച് അപ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കും, അങ്ങനെ നമുക്ക് ഉണങ്ങാനുള്ള സമയം പോലും വേണ്ട. നല്ല സ്റ്റേഡിയുമായിരുന്നു. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെക്കണതിന് മുമ്പ് തന്നെ ആ സാധനം ഒട്ടിപ്പിടിക്കുക. കുറേ നേരം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ മെക്കാനിസം പിടികിട്ടിയത്. നമ്മൾ ഈ ചൂടുള്ള സാധനമാണല്ലോ ഈ ഫ്ലെക്സ് ക്യൂക്ക്. അപ്പോൾ നമ്മളത് വെക്കുന്ന സമയത്ത് ഈ ഫോം ബോർഡ് ചെറുതായിട്ട് ഉരുകും, പുകയൊക്കെ വരും, നല്ല സ്മെല്ലും പുകയൊക്കെ വരും. അത് ഒന്ന് ഉരുകിയിട്ട് നമ്മൾ അടുത്ത സാധനം മുകളിൽ വെച്ച് കഴിയുമ്പോൾ രണ്ടും കൂടെ ഉരുകിയിട്ട് ബൈൻഡ് ആവും. അതുകൊണ്ടാണ് അത് ഇത്രയും സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് രാത്രി സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലൈറ്റ് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഷാഡോ കാരണം കറക്റ്റായിട്ട് അത്ര ഭംഗിയിൽ അറിയുന്നുണ്ടാവില്ല. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന സാധനം കുറച്ച് വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിച്ചതാണ്. ആ ഒട്ടിപ്പിടിച്ച ആ സ്ട്രെങ്ത് കാരണം പൊട്ടി വരെ അല്ലാണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ വേറൊരു സാധനം ഒട്ടിച്ചു കൊടുത്തു. ആദ്യം ഞാൻ ഇതേപോലെ ആയിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബെൻസൺ ഡക്കൊക്കെ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് വെച്ച് അറേഞ്ച് ചെയ്ത സമയത്ത് എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ റൈറ്റ് സൈഡ് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അപ്പോൾ ഞാൻ അതെടുത്ത് ലെഫ്റ്റ് സൈഡ് വെച്ചു. പിന്നെ അടുത്ത ദിവസം രാത്രി 1:30 ഞാൻ ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എടുത്ത് പറയണ്ടല്ലോ, ചാനൽ സ്ഥിരം കാണുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അറിയും ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്ക് എല്ലാ വീഡിയോസും ചെയ്യാറുള്ളത്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്
വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വാൾ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചു. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നില്ലല്ലോ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച വാൾ പോസ്റ്ററാണ്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സംഭവത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 250 രൂപ എന്തോ ആണ്. മൊത്തത്തിൽ 72 പോസ്റ്റേഴ്സ് നമുക്ക് കിട്ടും. ആകെ ഈ മൊത്തം ചെയ്യുന്ന സാധനത്തിൽ ഇത് മാത്രമാണ് കുറച്ച് റെഡിമെയ്ഡ് പോലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയാനാണെങ്കിൽ ഈ റേറ്റിന് അത്യാവശ്യം നല്ല വെർത്താണ്. പിന്നെ ഈ ഡബിൾ സൈഡ് ടേപ്പൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുക എവിടെന്നാന്ന്. എനിക്ക് ഈ പോസ്റ്റേഴ്സിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഈ ഡബിൾ സൈഡ് ടേപ്പ്. പക്ഷേ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് വാളിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിനകത്ത് കുറേ ഡിസൈൻസ് ഉണ്ടായിരുന്നു. നമുക്ക് കോട്ട്സ് ഉണ്ട്, പിന്നെ കുറേ ഹോളോഗ്രാഫിക് പോലത്തെ സംഭവം ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് എൻ്റെ കയ്യിൽ നടുക്ക് ഈ ഒരു ടേബിൾ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു വാൾ ഷെൽഫാണ്. ഞാൻ പക്ഷേ ഫ്ലോട്ടിംഗ് ടേബിൾ പോലെ വേണമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കടിൽ ഡയറീസിൽ കറക്റ്റായിട്ട് എന്താ ചെയ്ത് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡ് ആകെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചാണ് ഈ സാധനം പണിതത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷനിൽ മാത്രം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. ബാക്കി താഴേക്ക് നമുക്ക് ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് വീണ്ടും ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നില്ല. പകരം ഞാൻ ഷോർട്സിൽ എന്താ ചെയ്തതെന്ന് പറയാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ബോക്സ് എടുക്കാം, ഇതേപോലെ സ്ലാൻഡിങ് ആയിട്ട് ലൈൻ വരയ്ക്കുക, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര ഈസിയാണ്. നമുക്കിപ്പോൾ വലിയ ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ ഓർഗനൈസറായിട്ട് കിട്ടും. ചെറിയ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മിനിമലായിട്ട് വെക്കാൻ പറ്റുന്ന പോലെ കിട്ടും. അപ്പോൾ ഇത് കവർ ചെയ്യാനായിട്ട് ഞാൻ റാപ്പിംഗ് പേപ്പറാണ് യൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ A4 ഷീറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് സ്റ്റിക്കേഴ്സോ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ബുക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് കറക്റ്റ് അതിനകത്ത് ഫിറ്റായി. ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തൊന്നും ചെയ്തതല്ല, പക്ഷെ എന്നാലും കറക്റ്റ് ഫിറ്റായി. ഈ ബെൻസൺ ഡക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് എങ്ങനെയാണെന്ന് അറിയില്ല, അതിനകത്ത് കറക്റ്റ് ഫിറ്റായിരുന്നു. പിന്നെ ഈ ഒരു പെൻ സ്റ്റാൻഡ് ഞാൻ മിനിസോന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഓഫ്ലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും കടിൽ ഡയറീസിൽ ഞാൻ ഷോപ്പിംഗ് വ്ളോഗിൽ ഇട്ടുണ്ട്. കുറേ പേര് ഈ ഒരു ഇൻസ്റ്റാക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി പോളറോയിഡ് ക്യാമറ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഇത് വർക്ക് ആവുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതിന് ശേഷം വർക്ക് ആവുന്നില്ല. അതിനകത്ത് ഫിലിമും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഫോട്ടോ എടുക്കാൻ മാത്രം പറ്റില്ല. ഇതിപ്പോൾ റിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഇവിടെ ഇത് റിപ്പയർ ചെയ്യുന്ന കടയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ആമസോണിൽ ഇതിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ലിങ്കോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. 6000 7000 ഒക്കെയാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് മിനി 9 ആണ്. ഇപ്പോൾ 10 11 12 ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അടുത്തത് ഈ ഒരു ഡെക്കോർ പീസ് ഞാൻ വെക്കുന്നുണ്ട്. ഡെക്കോർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് കവായി ആയിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞുതരാം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. 2 ബോട്ടിൽ ക്യാപ്പ് എടുക്കുക. അതിനുശേഷം പിൻട്രസ്റ്റിൽ പോയിട്ട് കവായി ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമേജസ് കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാൻ 2 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ട്രേസ് എടുത്ത് വരയ്ക്കുക. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇറക്കി വെച്ചാൽ മതി. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ പശ തേച്ച് ഒട്ടിക്കുക. ഉണങ്ങി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ബോട്ടിൽ ക്യാപ്പിൽ ഒരു സ്ലിറ്റ് ഇടുക, താഴെ ഒന്ന് ഇറക്കി വെക്കുക. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, കാരണം അരമണിക്കൂറിൻ്റെ വീഡിയോ എന്തൊക്കെയാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഓരോ സമയത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അടുത്തത് ഈ ഒരു സൈഡിലെ പോർഷനിൽ ഞാൻ ഈ ഒരു ഓർഗനൈസറാണ് വെക്കുന്നത്. ഇതും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം. പലരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷോർട്സിൽ ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ ബോക്സ് വെച്ചാണ് ഇത് ചെയ്തത്. ആദ്യം തന്നെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് എല്ലാ സാധനവും ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഈ സാധനം കവർ ചെയ്തെടുക്കുക. ഞാൻ ഈ റാപ്പിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റാൻഡ് പോലെ വരാനായിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു റോൾ ഉണ്ടായിരുന്നു. ഈ റോൾ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്ബോർഡ് വല്ലത് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ സംഭവം താഴെ മുകളിലൊന്ന് പശ തേച്ച് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് സെറ്റ് ആവും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്റ്റേഡിയാണ്, നല്ല വെയിറ്റ് ഒക്കെ താങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ
പിന്നെ അതിനകത്ത് വെക്കാനായിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ആദ്യം നമുക്ക് ടൂലിപ്സ് ഉണ്ടാക്കാം. ഇത് കുറേ പേര് എന്ത് ടൂലിപ്പ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ടൂലിപ്പ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒരേ കഴിവുണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. സിമ്പിളായിട്ട് താമര പോലത്തെ ഒരു ടൂലിപ്പ് അല്ലെങ്കിൽ ഒരു ഉടായ്പ ടൂലിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ മടക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു 4 ഹാർട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ സാധനം ഇതേപോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡെസ്ക് ഡെക്കറായിട്ട് വെച്ചിട്ടുള്ള പല ഐറ്റംസും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം നമ്മൾ ചാനലിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോർട്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോക്സിൻ്റെ ഡെക്കോർ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഫോക്സ് വരച്ചിട്ടുണ്ട്. എല്ലാം പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമേജസ് കിട്ടും. പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രേസ് എടുത്ത് വരയ്ക്കാനും പറ്റും. അപ്പോൾ ഈ കാണുന്ന പോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 2 എണ്ണത്തിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെക്കോർ കിട്ടും. ഇത് ഞാൻ ഇതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കുക ചെയ്തത്. ലാസ്റ്റ് ആകുമ്പോൾ നോക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ സാനിറ്റൈസറിൻ്റെ സാധനവും പിന്നെ ഒരു ഹാർട്ടും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഒരു റിമൈൻഡർ ഹോൾഡർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റാണ്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ എന്തെങ്കിലും ഒരു പിക്ചറോ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. അത് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ വയ്ക്കുക. ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വേറൊരു പീസ് പേപ്പറിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. മുകളിൽ നമുക്കൊരു പേപ്പർ ക്ലിപ്പും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിമൈൻഡർ ഹോൾഡറായി. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു ക്യാൻഡിൽ ഡെക്കോറാണ്. ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷേ നമ്മൾ കോഫി ഡൈയിങ് ഒക്കെ ചെയ്ത സമയത്ത് ചെറുതായിട്ട് കോഫിയൊക്കെ ഒന്ന് തിളച്ച് മറിഞ്ഞ് അതിൻ്റെ മുകളിൽ വീടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കളറൊക്കെ കാണാൻ അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ക്ലേ എന്ന് പറയുന്ന സാധനം നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്ത് തന്നെയാണ്. അത് ഏറ്റവും ഫസ്റ്റായിട്ട് ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് സാധനങ്ങളും പിന്നെ വേറെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം, ചെറിയ കുട്ടികളൊക്കെ കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ് പറയണത്. നമ്മുടെ വീഡിയോൻ്റെ താഴെ ടൈറ്റിൽ ഉണ്ടാവില്ല, ടൈറ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സാധനം കൂടെ ഒന്ന് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ കയ്യിൽ 2 പോട്ട് ഉണ്ടായിരുന്നു ഈ സാധനം. അപ്പോൾ ഞാനിത് സൈഡിൽ വെച്ച് കൊടുത്തു. എനിക്ക് കാണാനായിട്ട് ഭംഗിയൊക്കെ തോന്നി. പക്ഷേ ലാസ്റ്റ് ഇത് മാറ്റിയിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു മണി ബോക്സ് ആയിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മുടെ മുത്തുമണി, നമ്മുടെ പ്ലേ ബട്ടൺ. സത്യം പറഞ്ഞാൽ ഈ പ്ലേ ബട്ടൺ വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഡെസ്ക് മേക്കോർ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കിട്ടിയിട്ട് 1 മാസമായി, എന്നാലും മടി കാരണം കുറച്ച് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അത് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫോൺ സ്റ്റാൻഡാണ്. ഇത് നമ്മുടെ ചാനലിൽ ഏറ്റവും ഫസ്റ്റൊക്കെ ആയിട്ട് ഇട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഞാൻ കാണിച്ചൊന്നും തരുന്നില്ല, കാരണം ബ്ലോക്സ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ പണിയാം, അത്ര തന്നെ ഉള്ളൂ. അത് ഞാൻ ആ കോർണറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാനൊരു റാബിറ്റിൻ്റെ ഒരു ഓർഗനൈസറാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഓൺലൈനിൽ ലിങ്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാം. പിന്നെ ഇത് ജേർണൽസിൽ നിന്ന് വാങ്ങിച്ച ഒരു മിനി ലാമ്പാണ്, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഈ ഒരു സാധനം ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതുന്ന സാധനമാണ്, സ്റ്റിക്കി നോട്ട് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതി കൊടുക്കാം, ഇതേപോലെ കിറിച്ചെടുക്കാം. അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഈസൽ സ്റ്റാൻഡ് ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചാണ്, ഏകദേശം ഒരു 50 രൂപയ്ക്കായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഈസൽ സ്റ്റാൻഡും പിന്നെ അതിലൊരു പ്രിൻ്റ് ഉണ്ടായിരുന്നു, ആ ഒരു പ്രിൻറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഞാൻ ഈ ഒരു ബൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം അങ്ങനെ വലിയ ഡെക്കോർ പോലെ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കറൻ്റ്ലി ഇത്രയും ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസം തോറും ഞാൻ ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ ഒരു തൂലിപ്പ് ഞാൻ വെറുതെ ഡെമോ പോലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ക്രീപ്പ് പേപ്പർ വെച്ചിട്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല, കാരണം അത് മാത്രം ഭയങ്കര ബ്രൈറ്റായിട്ട് ഉള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്കത് വേണോ വേണ്ടേന്ന് വലിയൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. തൂലിപ്പാണോ ഭംഗി അല്ലേന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ഇനി അടുത്തത് ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് താഴെ ഒരു മെസ്സാണ്. ഈ ഒരു ഓർഗനൈസർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര ഒതുക്കി വെച്ച് കഴിഞ്ഞാലും ഒതുങ്ങിയിരിക്കില്ല എന്നല്ല, ഞാൻ ഒതുക്കി വെക്കില്ല എന്ന് വേണം പറയാനായിട്ട്. ഞാനൊക്കെ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് വൃത്തിയാക്കി അജിക്കൊക്കെ കാണിച്ചു കൊടുത്തെങ്കിൽ അജി പറയും, ഇതൊക്കെ എത്ര ദിവസം ഉണ്ടാവും, നീ 2 ദിവസം ഇതേപോലെ വെച്ചാൽ നീ പറയുന്ന സാധനം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഡയലോഗ് അടിക്കാറുണ്ട്. കാരണം അത്രയ്ക്ക് ഉറപ്പാണ് ഞാൻ ഇതൊന്നും വൃത്തിക്ക് സൂക്ഷിക്കില്ല. എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ വെക്കുള്ളൂ, തിരിച്ച് ഞാൻ എടുത്ത് വെക്കില്ല. പിന്നെ ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എടുത്ത് നിലത്തിടും. അപ്പോൾ ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ റൂം ടൂറും ഡെസ്ക് ടൂറും ഒന്നും അങ്ങനെ കാര്യപ്പെട്ട് ചെയ്യാത്തതെന്ന്.
എൻ്റെ ഫസ്റ്റ് കഡിൽ ഡയറീസിലെ വീഡിയോയിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കിട്ടിയ സമയത്ത് ഞാൻ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞതും പഴയ പോലെ ആയി. അതിപ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല, ഇതെങ്ങനെ ഈ പഴയ പോലെ ആവണതെന്നൊക്കെ. എന്തായാലും അടുത്തത് ഈ ഒരു ബുക്ക് ഓർഗനൈസറാണ്. ഇതും നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ചാനലിൽ 5 ഡെസ്ക് ഡെക്കോർ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത സമയത്ത് അതിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ആ വീഡിയോ ഇല്ല, അതാണ് കാര്യം. അപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമ്മുടെ നോട്ട്ബുക്സും പിന്നെ കുറച്ച് ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളും അതും ഇതൊക്കെയായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് താഴത്തെ ഭാഗം ക്ലീൻ ചെയ്യാം. താഴത്തെ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിൽ മൊത്തം പേപ്പർ വെട്ടിയിട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇത് വെച്ച് കൊടുത്തു, പിന്നെ അതിനുശേഷം അതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ ഒരു സാധനം വെച്ച് കൊടുത്തു. ഇനി അടുത്തതാണ് ഒരു ടഫ് പാർട്ട്, നമ്മുടെ തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഡെസ്കിൻ്റെ അടിഭാഗം. എല്ലാ സാധനം കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ താഴെ ഇടും. പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെക്കും. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു ദിവസം ഒരു തോന്നൽ തോന്നും നമുക്ക് ഈ റൂം ക്ലീൻ ചെയ്യാം, ആ ദിവസമായിരിക്കും ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇത് മൊത്തം വെട്ടിയിട്ട പേപ്പറായിരുന്നു. ആ സാധനം ക്ലീൻ ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്ത് ഇതാ കിടക്കുന്നു അടുത്ത സംഭവം. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡെസ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അതെടുത്ത് നിലത്ത് വെക്കും. അതെടുക്കേണ്ട സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ എടുത്ത് താഴെ വയ്ക്കും, പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താഴെ കുറേ കറ പിടിച്ച സ്പോട്ട്സ് ഉണ്ടായിരുന്നു. ഈ കറ പിടിച്ച സ്പോട്ട്സ് എന്ന് പറയാനാണെങ്കിൽ ഗ്ലൂവോ ക്ലേയോ ഒക്കെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവും. അതങ്ങനെ ഒട്ടിപ്പിടിക്കും. ഞാൻ മൊത്തം ഒന്ന് തുടച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ പോലും അത് പോകണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നിലത്തിരുന്ന് ഒരു ചെറിയ തുണിയൊക്കെ ഇട്ട് ഉരച്ച് കഴിഞ്ഞപ്പോഴാണ് അത് അത്യാവശ്യം പോയത്. എനിക്ക് ആ ഇരുന്ന് തുടച്ചപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് മനസ്സിലായി. ഫാനൊക്കെ ഓഫാക്കി ഇത്ര നേരം വെന്തുരുക്കി വോയിസ് റെക്കോർഡ് ചെയ്തത് ഈ സാധനം ഓണാക്കാണ്ടായിരുന്നു. എന്തായാലും ഞാനൊരു പ്രതിജ്ഞ എടുത്തു, ഇനി മുതൽ ക്ലേയോ അല്ലെങ്കിൽ വല്ല ഗ്ലൂവോ ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്യും. കാരണം കമന്ന് കിടന്ന് ഉരച്ച് കളഞ്ഞിട്ടാണ് ആ സാധനമൊക്കെ പോയത്. എന്തായാലും നമ്മുടെ ഡെസ്കിൻ്റെ പരിപാടിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. ഇനി എനിക്ക് വാളിൽ എന്ത് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഇല്ല. പോസ്റ്റേഴ്സ് ഒട്ടിച്ചത് വരെ ഓക്കെ. ഇവിടെ എനിക്ക് ഫ്ലോട്ടിംഗ് ഷെൽഫ് വെക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് കാർഡ് ബോർഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫോം ബോർഡ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോം ബോർഡ് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് ചെയ്ത് നോക്കാം. പിന്നെ ബാക്കിൽ ഈ സംഭവം നോക്കണ്ട, ഇത് ആക്ച്വലി വലിയൊരു ജനലാണ്. അപ്പോൾ രണ്ടാമത്തെ നിലയായതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ ഇടാറുള്ള ഷിയർ കർട്ടനാണ്. അപ്പോൾ വൈറ്റ് കളർ ഷിയർ കർട്ടൻ രാത്രി സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ റൂം നല്ലപോലെ എല്ലാ നാട്ടുകാർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള തുണിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ തെർമക്കോളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലോട്ടിംഗ് ഷെൽഫ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ഷെൽഫ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം നമ്മൾ ഫസ്റ്റ് ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയ സമയത്ത് ഒരു ചെറിയ കഷ്ണം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഡെമോ പോലെ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എങ്ങനത്തെ ഷെൽഫ് വേണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ഒരു ഹാങ്ങിങ് ഷെൽഫ് പണിയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഈ റോപ്പൊക്കെ വെച്ചിട്ട് ചെടിയൊക്കെ വെക്കാനായിട്ടൊക്കെ ഹാങ്ങിങ് ഷെൽഫ് പണിയില്ലേ, അതേപോലെ ഇതുപോലെ ചെയ്യാം, നല്ലൊരു ക്യൂട്ടായിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ക്യൂട്ടാണ്, എന്നാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫുള്ള് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഇതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ അത് നന്നായി തോന്നി, കാരണം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഷെൽഫാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ചെടിക്ക് ചെടിച്ചട്ടി വേണമായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് ചെടിച്ചട്ടി പൊട്ടിപ്പോയി. പിന്നെ ആകെ വീട്ടിലുണ്ടായിരുന്നൊരു വൈറ്റ് ചെടിച്ചട്ടി ഇതായിരുന്നു. അത് പക്ഷേ താഴെ ഫുള്ള് മണ്ണ് പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മാക്സിമം പറ്റുന്നത്ര ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വന്നതാണ്. ഇതും പക്ഷേ സൈഡിലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ ഇന്ന് വല്ലതിപ്പം എന്ത് ചെയ്യാൻ, രാത്രി പോയിട്ട് നമുക്ക് വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ റൂമിലെ ചെടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് CC പ്ലാന്റ് ആണ്. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡ് തൂങ്ങി കിടക്കുന്ന ഇല കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത് ചാവാറായ കിടക്കുന്ന ഇല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ചെടി. ഇത് കഴിഞ്ഞപ്പോൾ സമയം 11:50 നമ്മുടെ യൂഷ്വൽ ടൈം അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി പരിപാടിയും കൂടെ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഷെൽഫ് പണിയാനായിട്ട് ഞാൻ നമ്മുടെ ഫോം ബോർഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 4 പീസ് ഇതേപോലെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഷെൽഫ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാളിലൊക്കെ ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് എത്ര സ്റ്റേഡി ആയിട്ട് നിൽക്കും, എങ്ങാനും നിന്നില്ലെങ്കിലോ പൊട്ടി വീഴുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ മൊത്തം തകർത്തുകൊണ്ട് അടിപൊളിയായിട്ട് നിന്നു. അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് വെയിറ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് ഫുള്ള് സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങാനും പൊട്ടി വീഴുകയാണെങ്കിൽ പൊട്ടി വീണോട്ടെ, രാവിലെ ആകുമ്പോൾ അറിയുമല്ലോ എന്നുണ്ട്. പക്ഷേ ടു മൈ സർപ്രൈസ് അത് അതേപോലെ തന്നെ അനങ്ങാണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റായിട്ടാണ് ഈ ഫോം ബോർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് കാരണം ഇത്രയും വേഴ്സറ്റൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആദ്യത്തെ ഷെൽഫ് ഒട്ടിച്ചപ്പോൾ തന്നെ
എൻ്റെ മുഖത്ത് സന്തോഷം കാണുമായിരുന്നു. ഇത് ഞാൻ സത്യമായിട്ടും ക്യാമറയ്ക്ക് വേണ്ടി ചെയ്തതല്ല. എനിക്ക് ഓൾറെഡി എൻ്റെ മനസ്സിൽ ഇതായിരുന്നു എക്സ്പ്രഷൻ. കാരണം നമ്മൾ പണ്ട് മുതലേ പിൻട്രസ്റ്റിലും കാര്യങ്ങൾക്കൊക്കെ കാണുന്നതാണ് ഈ വാളിലെ ഈ ഒരു ഷെൽഫ്. അതിലിങ്ങനെ ചെടിയൊക്കെ തൂങ്ങിക്കിടക്കണതും കുറേ സാധനങ്ങളൊക്കെ വെച്ച്. അത് ഫൈനലി ഞാനായിട്ട് സ്വന്തമായിട്ട് DIY ചെയ്തിട്ടൊക്കെ ചെയ്തു. അത് കാണാനും ഭംഗിയുണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കൃതാർത്ഥയായി. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ 2-3 ബോ ഒക്കെ അവിടെ ഇവിടെ ഒട്ടിച്ച് വെക്കുന്നത് നമ്മുടെ പണ്ടേ തലയിലുള്ളതാണല്ലോ. അപ്പം ഞാൻ ബാക്കി വന്ന ആ ഒരു റിബൺ കൊണ്ട് 2 ബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബോ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടുമല്ലോ. പ്ലേ ബട്ടൺ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ലെറ്റർ കിട്ടും. ആ ഒരു ലെറ്റർ ഞാൻ തന്നെ കട്ട് ചെയ്ത് വെറുതെ ഫ്രെയിമിനകത്താക്കി വെച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല സ്റ്റേഡിയാണ്. ഈ ഒരു ഇൻസ്റ്റാക്സിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഏകദേശം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് നിൽക്കുമെന്ന് അറിയാൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ വാൾ ഷെൽഫ് വെച്ചു. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഞാൻ കരയും. ആ ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചതാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും തോന്നിയിട്ടുണ്ടായില്ല. മേ ബി ഞാൻ ഡെയിലി മീൻസ് ഇതൊക്കെ ചെയ്ത് ഡെയിലി ഞാൻ കാണുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ എൻ്റെ മൈൻഡിൽ ആകെ ഞാൻ ഈ ഒരു ഷെൽഫ് മാത്രമല്ലേ ഉണ്ടാക്കിയുള്ളൂ. ഇതിലിപ്പോൾ എന്താ അത്ര ഡെസ്ക് മേക്ക് ഓവർ, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എന്താ ഡെസ്ക് മേക്ക് ഓവറും ചോദിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി പറയാനാണെങ്കിൽ ആകെ ഈ വാൾ പോസ്റ്റേഴ്സ് മാത്രമേ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ DIY ആയിട്ട് ചെയ്തത്. പിന്നെ ഈ സ്റ്റാൻഡൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ ഉണ്ടായതുകൊണ്ട് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എന്താ ഡെസ്ക് മേക്ക് ഓവർ എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഷെൽഫ് വന്നതോടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എനിക്കൊരു ചെടിയൊക്കെ ഇങ്ങനെ തൂങ്ങുന്ന പോലെയൊക്കെ വെക്കണം, ഹാങ്ങിങ് പ്ലാന്റ് വെക്കണം എന്നൊക്കെ ഉണ്ട്. അത് പക്ഷേ ഉണ്ടാക്കണം. ഇപ്പോൾ സമയം 1 മണി. അപ്പോൾ ഞാൻ വിചാരിച്ചു കിടന്നിട്ട് നാളെ ചെയ്ത് മറ്റന്നാൾ പബ്ലിഷ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. എന്താണേലും ഐ ആം സോ ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് ഷെൽഫ് പോലെ ഇങ്ങനെ ചെയ്യണം എന്നുകൊണ്ട് വിചാരിച്ചപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ സ്റ്റേ ചെയ്യുമോ, നിൽക്കുമോ, അതിന് എന്തെങ്കിലും വെച്ച് വീഴുമോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോം ബോർഡ് വാങ്ങിച്ചതാണ് ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം തോന്നുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അതെന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എനിക്കും അറിയാമല്ലോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. എന്താണേലും ബാക്കി പരിപാടി നമുക്ക് നാളെ ചെയ്യാം. ഈ അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞത് ഇന്നലത്തെ കാര്യമാണ്. ഇന്നലെ പവർ കട്ടായിരുന്നു. അത് ഞാൻ പക്ഷേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. ഐഫോൺ ആയതുകൊണ്ട് പിന്നെ ചാർജൊക്കെ ഏത് വഴിക്കാണ് പോവുക നമുക്കറിയില്ല. ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ 100% തീരണ പോലെയാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ദിവസം ഉണ്ടാക്കിയത്. ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ഫൈനലി എങ്ങനെയൊക്കെയും ഞാൻ ഉണ്ടാക്കിയെന്ന് വേണം പറയാൻ. ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് സോ ഗ്രേറ്റ്. ആദ്യം തന്നെ നമുക്ക് കമ്പിയാണ് വേണ്ടത്. കമ്പി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വയറ് കിടക്കുന്നുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ വയറൊക്കെ. അപ്പോൾ അതിനകത്തുനിന്ന് കോപ്പർ വയർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കണേനേക്കാളും അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അത് റാപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്, ഇത് നമുക്ക് ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫ്ലവറിൻ്റെ തണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലവർ മേക്കിങ്ങിൻ്റെ സാധനം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പോ അല്ലെങ്കിൽ നമ്മൾ ഈ ബ്യൂട്ടി ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുന്നത്, അതേപോലത്തെ കടകളിലൊക്കെ കിട്ടും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ പോലെ കട്ട് ചെയ്തെടുക്കണം. ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 8 പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറേ പീസസ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഓട്ടയിട്ടിട്ട് നമ്മുടെ കമ്പി ഇറക്കി വെക്കാം. എന്നിട്ട് ഓരോ പെറ്റൽസ് ഇതേപോലെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആകെ ഗ്ലൂ സ്റ്റിക്ക് മാത്രം ആകെ ആ ഒരു ഗ്ലൂ സ്റ്റിക്ക് മാത്രം മതി. അതൊന്ന് ഉരുക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ചെടിയായ സ്ഥിതിക്ക് നമുക്കൊരു ചെടിച്ചട്ടി വേണമല്ലോ. അപ്പോൾ ചെടിച്ചട്ടി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അത് വെക്കാൻ നല്ല ടെൻഷനായിരുന്നു. കാരണം എങ്ങാനും താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പേപ്പർ കപ്പ് കൊണ്ട് നമുക്കൊരു അടിപൊളി പോട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പേപ്പർ കപ്പ് എടുക്കുക, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുകളിൽ ആ ഒരു റിമ്മിൻ്റെ പോർഷൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോമാണ് യൂസ് ചെയ്തത്. ഫോം ആദ്യം ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തു. എനിക്ക് കളർ ചെയ്തത് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സാധനം എന്തോ ഞാൻ ഉണ്ടാക്കേണ്ടതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തോ എനിക്കൊരു നൊസ്റ്റാൾജി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു തെർമോക്കോൾ പീസ് എടുക്കുക. അതിനകത്ത് കുത്തി വെച്ചിട്ടായിരുന്നു ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഡെസ്കിൽ ചെയ്യേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ ഈ ഒരു ബോക്സ് മിനിസോന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു. ഇത് 150 റുപ്പീസിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ആക്ച്വലി നല്ല വിലയുണ്ട്. നല്ല വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400-500 രൂപയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഓഫറിൽ 150 റുപ്പീസിന് കിട്ടിയതാണ്. അപ്പം തന്നെ ഞാനത് എടുത്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡെയിലി ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, പശ, ടേപ്പ്, കത്രിക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ചെടിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോക്സ് പേപ്പറിൽ കവർ ചെയ്തും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് നമ്മുടെ ചവിട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ജനൽ. അതിൽ നമ്മുടെ കർട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കർട്ടൻ ഇതാണ് ഞാൻ വാങ്ങിച്ച കർട്ടൻ. വാങ്ങിച്ച കർട്ടൻ എന്നല്ല, ഞാൻ കടയിൽ മീറ്ററിന് വാങ്ങിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്, പൊളിച്ചില്ലേ? എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഫുൾ അടിപൊളിയാണോ അല്ല ഭയങ്കര കൺജസ്റ്റഡ് ആണോ എന്ന് അറിയുന്നില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. താഴെ ഞാൻ ഈ ഒരു 2 ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മൊത്തം സ്കെച്ചും പെന്നും പെൻസിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു സാധനമുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മിനി നോട്ട്ബുക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മിനി നോട്ട്ബുക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് എഴുതാനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതല്ലാതെ ഈ സൈഡിൽ നമ്മുടെ ഇത് എൻ്റെ ഒരു സ്പിന്നറാണ്. ഞാൻ 9th പഠിക്കുമ്പോൾ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരുന്നൊരു സ്പിന്നറായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് കണ്ടല്ലോ, ഈ രീതിയിലൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ സൈഡിൽ പറഞ്ഞല്ലോ ഈ ഒരു മണി ബോക്സാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു മണി ബോക്സ് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ മുകളിലെ ഷെൽഫിൽ ഈ കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ചെടി ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഞാൻ 2 പോസ്റ്റർ വെറുതെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യുക. പിന്നെ കടിൽ ഡയറീസ് ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതിലിപ്പം തന്നെ വേറൊരു വീഡിയോ വരുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്.